കെ.ടി. ജലീൽ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗിനെ എതിരെയാണ്, അത് മുസ്ലിം സമൂഹത്തിനെതിരെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയും വെള്ളപൂശിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് അദ്ദേഹം പിണറായി വിജയന് വേണ്ടിയിട്ട് കുഴലൂതുന്ന ഒരു നിലപാടല്ല കെ.ടി. ജലീൽ സ്വീകരിക്കുന്നത്. തീർച്ചയായും കെ.ടി. ജലീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. പി.കെ. ഫിറോസുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ പി.കെ. ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടിയില്ലാതെ ജലീൽ ഉഴലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ജലീൽ വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശുന്ന ചില പരാമർശങ്ങളുമായി രംഗത്ത് വന്നത്. രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെയും പൂർണ്ണമായും പാടെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നത്. മുസ്ലിം സമുദായത്തെ മാത്രമല്ല, കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് കുഴലൂതുന്നവരായി മാറി. അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന്റെ ബലത്തിലാണ് കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത്. പ്രൊഡക്ഷൻ കൂടിയിട്ടാണ് മുസ്ലിം സമൂഹം കേരളത്തിൽ ആധിപത്യം സൃഷ്ടിക്കുന്നത്. തീർച്ചയായും ജനസംഖ്യ അതിന് അദ്ദേഹം പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് അവർ പ്രവർത്തിച്ചിരുന്നു. അവരൊരു പിന്നോക്ക സമുദായ മുന്നണി തന്നെ രൂപീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മാർച്ചൊക്കെ നടത്തി. അപ്പൊ ആ മാർച്ചൊക്കെ നടത്തിയപ്പോൾ അതിനുശേഷം അവർ അധികാരത്തിൽ വന്നല്ലോ, UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിനോ യാതൊരു സ്കൂളോ കോളേജുകളോ നൽകിയിരുന്നില്ല. മുസ്ലിം ലീഗ് മൊത്തം അവരുടെ സമുദായത്തിന് മൊത്തം പങ്കിട്ട് നൽകുന്ന ഒരവസ്ഥ കേരളത്തിലെ വിദ്യാലയങ്ങളുടെ അടക്കം കണക്കെടുത്ത് പരിശോധിച്ചാൽ എത്ര മുസ്ലിം മാനേജ്മെന്റുകളുണ്ട്, എത്ര ക്രൈസ്തവ മാനേജ്മെന്റുകളുണ്ട്, എത്ര ഈഴവ മാനേജ്മെന്റുകളുണ്ട്, എത്ര NSSന്റെ എത്ര സ്കൂളുകളുണ്ട്, കൃത്യമായി നമുക്കറിയാൻ കഴിയും. വെള്ളാപ്പള്ളി എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു തരത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി CPM അനുകൂല നിലപാട് സ്വീകരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മകനെ ഉപയോഗിച്ച് BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ഒരേ സമയം കേരള സർക്കാരുകളെ തലോടുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ കാലാകാലങ്ങളെ സ്വീകരിച്ചു വരുന്നത്. അല്ല, അപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ ഹൈബീഡനൊക്കെ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ല, ഞാൻ പറയാം, അതായത് കെ ബാബു, ഹൈബീഡൻ, അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. അതായത് കെ.ടി. ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ.ടി. ജലീൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൈക്കായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. മലപ്പുറത്ത് കെ.ടി. ജലീലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള മതനേതാക്കളെയും സ്വാധീനമുള്ള മറ്റു പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാരെയും മറ്റു പാർട്ടികളിൽ ഏതെങ്കിലും തരത്തിൽ അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കന്മാരെയും CPMുമായി അടുപ്പിക്കുന്ന പാലമാണ് കെ.ടി. ജലീൽ. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശം മലപ്പുറത്തും മലബാറിന്റെ പല പ്രദേശങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. അത് CPMന്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ബാധിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന ഒരു വാദവുമായി കെ.ടി. ജലീൽ രംഗത്ത് വന്നത്. കെ.ടി. ജലീൽ പറയുന്നത്, അദ്ദേഹം ജലീല് വെള്ളാപ്പള്ളിയുമായി സംസാരിച്ചെന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരാണ്, അത് മുസ്ലിം സമുദായത്തിനെതിരെ അല്ല എന്നാണ് ജലീൽ പറഞ്ഞു വെക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയറായി കേരളീയ സമൂഹം കേട്ടതാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെ അവഹേളിക്കാനും അപമാനിക്കാനും വെള്ളാപ്പള്ളി തുടങ്ങിയിട്ട് നാളുകളേറെയായി. കോഴിക്കോട് പാളയത്ത് മാൻഹോളിൽ വീണ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നൌഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സ്വയം ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ട ദാരുണമായ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടുണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് നൌഷാദിന്റെ കുടുംബത്തിന് സഹായധനം നൽകിയതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തിയ ഒരു പരാമർശം കേരളീയ സമൂഹം ഒന്നടങ്കം അപലപിച്ചതാണ്. അത്തരത്തിൽ ഗുരുതരമായ 24 മണിക്കൂറും വർഗീയത മാത്രം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശന് CPM എല്ലാ സമയത്തും പിന്തുണ നൽകുന്നുണ്ട്. ആ CPMന്റെ പിന്തുണ തന്നെയാണ് ഇത്തരത്തിൽ വർഗീയത പുലമ്പി പച്ചയായ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത്, നൌഷാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ പ്രസ്താവന നടത്തിയതല്ല. അതേപോലെ സമാനമായിട്ടുള്ള അപകടത്തിൽ മരിച്ച വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ അന്നത്തെ മന്ത്രിമാരോ മന്ത്രിസഭയോ അംഗങ്ങളോ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൌഷാദിന് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ട ആ ഒരു വ്യക്തി, മരണമടഞ്ഞിട്ടുള്ള വ്യക്തിക്ക് ലഭിക്കാതിരുന്നത് കൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും തന്റെ പ്രസ്താവന അങ്ങനെ വളച്ചൊടിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറയാനും പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കാനും വെള്ളാപ്പള്ളിയെ പോലെ കഴിവും പ്രാപ്തിയുമുള്ള മറ്റൊരാൾ കേരളത്തിൽ ഉണ്ടാവില്ല. അതായത് ഒരു PSC പരീക്ഷയ്ക്ക് ഏറ്റവും വേഗത്തിൽ നിറം മാറുന്ന ജീവി ഏത് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഓപ്ഷനായി വെള്ളാപ്പള്ളി 2 ഓപ്ഷൻ വന്നാൽ PSC പരീക്ഷ എഴുതുന്ന കുട്ടി കണ്ണടച്ച് വെള്ളാപ്പള്ളി എന്ന് ഉത്തരം എഴുതിയാൽ ആ ഉത്തരം ശരിയായിരിക്കും. കാരണം ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറാൻ
കഴിവുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി. പക്ഷെ അതിന്റെ ഏറ്റവും ഒരു വിരോധാഭാസം എന്നാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നിന്നാലും മതി. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിരവാകുന്ന മാതൃകാ സ്ഥാനമാണ് ഇതെന്റെ കേരളം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പച്ചയായ വർഗീയത പ്രസംഗിക്കുന്ന, വർഗീയത തുപ്പുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ KT ജലീലിനെ പോലുള്ള ആളുകൾ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ വളരെ അപമാനകരമായി തല താഴ്ത്തേണ്ട സാഹചര്യമാണ് കേരളീയ സമൂഹത്തിലുള്ളത്. KT ജലീൽ ഒരു തവനൂരിൽ നിന്നുള്ള MLA മാത്രമല്ല, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്. തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജാതിയും മതവും നോക്കാണ്ട് അറിവ് പകർന്നു നൽകുന്ന ഒരു അധ്യാപകനാണ്. ഇത്തരത്തിൽ പച്ചയായ വർഗീയത പുലമ്പുന്ന, വർഗീയത മാത്രം സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച രംഗത്ത് വന്ന് CPMന്റെയോ DYFIയുടെയോ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചിട്ടുണ്ടോ? അവർ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ വർഗീയത തുപ്പുന്ന പരാമർശം നടത്തിയ പശ്ചാത്തലത്തിൽ DYFIക്കാർ അതിന് മറുപടി പറയാതെ മാധ്യമങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ DYFIക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ വെള്ളാപ്പള്ളി വിഷം തുപ്പുമ്പോൾ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് ജലീൽ രംഗത്ത് വരുന്നത് ജലീലിന്റെ ഗതികേടാണ്. അദ്ദേഹത്തിന് CPMന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ CPMന് കൊടികെട്ടുന്ന പണിയാണ് ജലീലിനുള്ളത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വാസവനടക്കമുള്ള മന്ത്രിമാർ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമല്ലേ നമ്മൾ കണ്ടിരുന്നത്. വാസവൻ ഉൾപ്പെടുന്ന ആളുകൾ അവിടെ, വാസവൻ കേരളത്തിന്റെ ദേവസ്വം ബോർഡ് കൂടി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. വാസവൻ അവിടെയും ഇവിടെയും തൊടാതെയാണ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ സമയം അതേപോലെ ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ പല ഇടതു നേതാക്കളും സ്വീകരിച്ചത്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. പലരും ഈ പറയുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും വെള്ളാപ്പള്ളിയുടെ അടുത്തു പോയി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാറും അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിക്കാറുമുണ്ട്. അതുകൊണ്ട് പലർക്കും പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ജലീലിനെ പോലെയുള്ള ഒരു വ്യക്തി മലബാറിലെ മുസ്ലിം സമുദായത്തെ അല്ലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ള കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇത്രത്തോളം വിഷം തുപ്പുന്ന, ഒരുപക്ഷെ RSS നേതാക്കന്മാരെക്കാൾ വലിയ രൂപത്തിൽ വിഷം തുപ്പുന്ന വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയെ എന്തിനു വേണ്ടിയാണ് ന്യായീകരിക്കുന്നത്? തികച്ചും 4 വോട്ടിന് വേണ്ടിയാണ് ജലീൽ ന്യായീകരിക്കുന്നത്. ജലീലുമായി ബന്ധപ്പെട്ട അഴിമതി കഥകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിലും ജലീൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ന്യായീകരിച്ച് രാഷ്ട്രീയത്തിന്റെ ലൈംലൈറ്റിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ്. ജലീൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇപ്പോൾ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്ത് വിഷയം വന്നാലും ഖുർആൻ എടുത്ത് മുന്നിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ വരികയും ഈ ഖുർആൻ തൊട്ട് ഞാൻ കളവ് ചെയ്തിട്ടില്ല എന്ന് സത്യം പറഞ്ഞ് മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ജലീലിന്റെ ഭാഗത്തുണ്ട്. ജലീൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന പുതുമയൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു മുൻ സിമി പ്രവർത്തകനാണ്. സിമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ജലീലിൻ്റെത്. അതിനുശേഷമാണ് ജലീൽ ആ പഴയ സിമി ഓർമ്മകൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കൊഴിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നു, ജലീൽ ഒരു 100% കമ്മ്യൂണിസ്റ്റ് അല്ല. ജലീൽ 100% മാർക്സിയൻ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി നാഴികക്ക് 40 വട്ടം ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രീതി സമ്പാദിക്കാനാണ്. പക്ഷേ വെള്ളാപ്പള്ളിമാരെയും ജലീലുമാരെയും കേരളീയ സമൂഹം തിരിച്ചറിയും. ഇത്തരക്കാർക്കുള്ള മറുപടി ബാലറ്റിലൂടെ നൽകേണ്ടവന് ബാലറ്റിലൂടെയും അല്ലാതെ നൽകേണ്ടവന് അല്ലാതെയും കേരളീയ സമൂഹം നൽകും. കാരണം ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമിയുടെയും അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ആലി മുസ്ലിയാരുടെയും എല്ലാം ജന്മം കൊണ്ടും പുണ്യപാദ സ്പർശം കൊണ്ടും പുളകിതമായ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. ആ കേരളത്തിന്റെ മണ്ണിൽ ഹൈന്ദവ വർഗീയതയും മുസ്ലിം തീവ്രവാദവും ഒരു വർഗീയതയും വെച്ചുപൊറുപ്പിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്കെതിരാണ്. ആ സംസ്കാരം നെഞ്ചേറ്റിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലത്തും മുന്നോട്ട് പോകും. അവിടെ വെള്ളാപ്പള്ളിയല്ല, ജലീലല്ല, ആര് തന്നെ കോലിട്ടിളക്കാൻ ശ്രമിച്ചാലും അവർക്കുള്ള മറുപടി കേരളീയ സമൂഹം നൽകുന്നതായിരിക്കും.